ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, പടച്ച തമ്പുരാന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളൊക്കെ ഈ ജീവിതത്തിൽ പാലിച്ചും പുലർത്തിയും അല്ലാഹുവിനെ ഭയന്നും സൂക്ഷിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ഒരു പുതിയ വർഷത്തെ പുതുവത്സര ആശംസകൾ നേരുന്നു. കുല്ലു ആമിൻ വ അൻതും ബിഖൈർ. നമ്മളൊരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു. ആദ്യതാണ് വർഷം, അത് ഇസ്ലാമിക് കലണ്ടർ, ഹിജ്റ കലണ്ടർ അനുസരിച്ച് നമ്മളിപ്പോ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. മുഹറം ആ ഹിജ്റ വർഷത്തെ കലണ്ടറിലെ വർഷത്തിലെ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഉടനീളം ഖൈറിൽ, നന്മയിൽ, തഖ്വയിൽ, ഈമാനിൽ ജീവിച്ച് എല്ലാ അർത്ഥത്തിലും പുരോഗതിയിലേക്ക് മുന്നോട്ട് പോവാൻ, ഭൗതികമായും പാരത്രികമായുമുള്ള പുരോഗതി കൈവരിക്കുവാൻ നാം ഏവരെയും തുണക്കുമാറാകട്ടെ. മുഹറം എന്ന് പറയുമ്പോൾ ഒരുപാട് ചിന്തകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ട്. ഒരുപാട് അറിവുകൾ നമുക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ തന്നെയും ഈ മെമ്പർ, ഞാൻ തന്നെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ ഖത്തീബ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹറം, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ചരിത്രം, അതിന്റെ പശ്ചാത്തലം. മുഹറം എന്ന് പറയുന്നത് ഹിജ്റയുടെ മാസമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഹിജ്റ മുഹറത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ റബീഉൽ അവ്വലിലാണ് സംഭവിച്ചതെങ്കിലും മുഹറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി അതിനുവേണ്ടി ഒരുങ്ങിത്തുടങ്ങി. അങ്ങനെയാണ് മുഹറം പ്രസക്തമാകുന്നത് എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ അത് ഹിജ്റയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് ഹിജ്റയാണ്. ഹിജ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ മാത്രമല്ല, അതിനു മുമ്പ് അള്ളാഹുവിന്റെ റസൂല് മാതൃകയാക്കിയ, അല്ലെങ്കിൽ ആ റസൂല് തുടർച്ചയായിട്ടെടുത്ത മറ്റൊരു ഹിജ്റയുടെ തുടർച്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. അത് നമുക്കറിയാം.
അതും മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഹിജ്റയാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പലായനം എന്ന് മലയാളം. ഒരു ദേശം വിട്ട്, ഒരു പ്രദേശത്ത് നിന്ന് ഒരു സമൂഹം അവരുടേതെല്ലാം വിട്ടുപോവുക. അവരുടെ വീടും കുടിയും കച്ചവടവും കൃഷിയും ഏർപ്പാടും വരുമാനങ്ങളും ഒക്കെ വിട്ടിട്ട് തങ്ങളുടേതായ ഒരു നിലപാട് മുറുകെ പിടിച്ച്, തങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടിന് വേണ്ടി, ഒരാദർശത്തിന് വേണ്ടി എല്ലാം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകുന്നതിന്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്. പറയുമ്പോൾ വളരെ എളുപ്പമാണ്. പറയുമ്പോൾ ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, പലായനം. പക്ഷെ സാധ്യമല്ല. സാധാരണക്കാരായ മനുഷ്യർ, ഇപ്പൊ ചില ആളുകളൊക്കെ ചില പ്രദേശങ്ങളിൽ പോയി, നമ്മൾ ചിലപ്പോൾ ചില നാടുകളിലൊക്കെ പോകുമ്പോൾ വളരെ നമുക്ക് ഒരു പ്രയാസം തോന്നും. ഈ ആളുകൾ എന്തിനാ ഇവിടെ ജീവിക്കണം എന്ന് തോന്നും. ഇവർക്ക് ഇവിടുന്നൊക്കെ ഒന്ന് മാറിപ്പോയി വേറെ എങ്ങോട്ട്. പക്ഷെ അവരോട് ചോദിച്ചാൽ, ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്, ഇവിടുന്ന് ഞങ്ങൾ എങ്ങോട്ടും പോകില്ല. ജനിച്ചു വളർന്ന കളിച്ചു വളർന്ന നാടിനോടും ദേശത്തോടും പെറ്റു വളർന്ന വീടിനോടും ഒക്കെ ഒരു മനുഷ്യനുണ്ടാകുന്ന വൈകാരികമായ ബന്ധം. ഹിജ്റയിൽ എന്താ സംഭവിക്കുക? ഇതൊക്കെ വിട്ടേച്ചുകൊണ്ട് പോവുക. അങ്ങനെ ഒരു പോക്ക് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം പോയി. അദ്ദേഹത്തിന്റെ അനുയായികളോടൊപ്പം ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനിയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. ആ ചരിത്രം നമുക്കറിയാം. അപ്പൊ ഈ ഹിജ്റയൊക്കെ നൽകുന്ന പാഠം എന്താണ് എന്നത്, ഹിജ്റകളിലൂടെ നമ്മൾ അതിന്റെ പല ചരിത്രവും പല വഴികളിലൂടെയും നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ 2 വാക്കുകൾ പറയാം. ഒന്ന്, അതിലുള്ള ത്യാഗമാണ്. അതാണ് ഈ പറഞ്ഞ ത്യാഗം. വിട്ടേച്ചു പോകാനുള്ള, അതാർക്കാണ് സാധ്യമാകാന്ന് വെച്ചാൽ നിലപാടുള്ളവർക്കേ സാധ്യമാകും, ആദർശമുള്ളവർക്കേ സാധ്യമാകുള്ളൂ, ഈമാനുള്ളവർക്കേ സാധ്യമാകുള്ളൂ. തന്റെ വിശ്വാസവും തന്റെ ആദർശവും ഭൗതിക ജീവിതത്തിൽ തനിക്ക് താൻ കൈവശം വെച്ചിട്ടുള്ളതോ തനിക്ക് ലഭ്യമായിട്ടുള്ളതോ ആയ എന്തിനേക്കാളും എനിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് ഒരാൾക്ക് പ്രായോഗികമായിട്ട് തെളിയിക്കാനുള്ള അവസരമാണ്. ചില ആൾക്കത് സാധിക്കൂല. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആളുകൾ, ചില അള്ളാഹുവിന്റെ മലക്കുകൾ ചില മനുഷ്യരെ മരിപ്പിക്കും. അക്രമികളായ മനുഷ്യർ, 2 തരം മരണമുണ്ടെന്ന് നമുക്കറിയാലോ. മലക്കുകൾ നല്ല രൂപത്തിൽ ആശ്വാസത്തോടെ സന്തോഷത്തോടെ മരിപ്പിക്കുന്ന മനുഷ്യരുണ്ടെന്നും, മലക്കുകൾ വന്നിട്ട് പേടിപ്പിക്കുകയും ഭീതിതമായ അവസ്ഥയിൽ മനുഷ്യൻ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെന്നും നമുക്കറിയാലോ. അപ്പൊ അക്രമികളായ, അക്രമം കാണിച്ച ആളുകൾ ഈ രൂപത്തിലും മരണത്തിന് വിധേയമായിട്ട് പിന്നീട് അവർ ചോദ്യം ചെയ്യപ്പെടുമ്പോ ജീവിതം മുഴുവനും കൈവിട്ടുപോയ, അല്ലെങ്കിൽ ജീവിതത്തിൽ പാപങ്ങൾ, പാപപങ്കിലമായ ജീവിതം, അപ്പൊ എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ അവരവിടെ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഞാൻ ആയത്ത് സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഒഴിവാക്കണം. അവര് പറയുന്ന മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് ഒരു അനുകൂല സാഹചര്യത്തിലായിരുന്നില്ല അവിടെ. അനുകൂല സാഹചര്യമായിരുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് പെട്ടുപോയി. അവിടെ ഞങ്ങൾക്ക് ഞങ്ങളെ ഈമാൻ മുറുകെ പിടിക്കാനോ വിശ്വാസം മുറുകെ പിടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധ്യമല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ പെട്ടുപോയി. അപ്പൊ ആ സാഹചര്യത്തിന്റെ ഒരു കുടുക്കില്, സമ്മർദ്ദത്തിൽ ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പൊ അവരോട് ചോദിക്കാണ്, അലം തകുൻ അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ, അള്ളാന്റെ ഭൂമി വിശാലായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ എന്ന്. അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ എന്ന്. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനും ആദർശവും മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അവിടുന്ന് അത് ലഭിക്കുന്ന ഒരു ഇടം തേടി, അനുകൂലമായ ഒരു സാഹചര്യം തേടി നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? അപ്പൊ ഈ പറഞ്ഞ വൈകാരികത, എന്റെ വീട്, എന്റെ വീടും, എന്റെ കച്ചവടം, എന്റെ തോട്ടം, എന്റെ കൃഷി, എന്റെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പിടിച്ചു, ഇതൊക്കെ വിട്ടിട്ട് പോകണം. അത് പോകാൻ മാത്രമുള്ള ഒരു ഈമാനികമായ നിലവാരം അവർക്കില്ലാതെ പോയി. അലം തകുൻ അർളുല്ലാഹി വാസിഅ, അള്ളാന്റെ ഭൂമി വിശാലായിരുന്നില്ലേ, ഫതുഹാജിറു ഫീഹാ, അതിലേക്ക് പോയിക്കൂടായിരുന്നോ? അപ്പൊ അവിടെ എവിടെങ്കിലും പോയിട്ട് നിങ്ങളായിട്ട് നിങ്ങൾക്ക് വിശ്വാസവും ആദർശവും മുറുകെ പിടിച്ച് ജീവിച്ചൂടായിരുന്നോ എന്ന് അവരോട് ചോദിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ. അപ്പോ ഇങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഇങ്ങനെ പോകുന്നവർ നോക്കൂ, നിങ്ങൾ എല്ലാം വിട്ടിട്ട് പോകും. ആ ത്യാഗം എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിരീങ്ങളുടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്ന ആളുകളെ മുജാഹിദുകളോടാണ്, ജിഹാദിനെ കുറിച്ചും ഹിജ്റയെ കുറിച്ചും ഒപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ഹിജ്റയെ കുറിച്ച് പറഞ്ഞിട്ട് മുഹാജിറുകൾ, അവർ മുജാഹിദുകൾ. മുജാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം നടത്തുന്ന, പോരാട്ടം നടത്തുന്ന, ജിഹാദ് നടത്തുന്നവർ. മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സകലവും ത്യജിച്ച് ആദർശത്തിനു വേണ്ടി പലായനം ചെയ്യുന്നവർ, വിട്ടുപോകുന്നവർ.
ഇത് രണ്ടിനെയും ഖുർആനിൽ പലയിടത്തും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മഹത്വമാണ്. അപ്പൊ ആ അത്രയും വലിയ ത്യാഗം അതിലുണ്ട്. ആ ത്യാഗം, അപ്പൊ ഈ സംഭവമൊക്കെ ഓർക്കുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം. ഞാനൊരു ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട്, ആ ഹദീസും കൂടി വെച്ചിട്ട് നമ്മൾ ഓർക്കണം. അത് അപ്പൊ പറയാം. അപ്പൊ ഒന്നാമത്തെ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ത്യാഗമാണ്. ഒരു നിലപാട് തന്റെ ആദർശത്തിനും വിശ്വാസത്തിനും മുറുകെ പിടിച്ച് മുഅ്മിനായിട്ട്, നമുക്ക് നേരോട് പറഞ്ഞാൽ മുഅ്മിനായിട്ട്, മുത്തഖിയായിട്ട്, മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ, അതിന് നമ്മൾ കൊടുക്കുന്ന വില കൊടുക്കാതെ കിട്ടൂല. ത്യാഗം സഹിക്കാതെ ഇത് സാധ്യമാകൂല. സ്വർഗത്തെ കുറിച്ചാണ് നിങ്ങൾ, സ്വർഗമാണ് അന്തിമമായ ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യന്റെ ലക്ഷ്യമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം. അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇന്ന സിൽഅത്തുല്ലാഹിൽ ആലിയ ഗാലിയ, ഹേൽ ഗാലിയ, അല്ലാഹുവിന്റെ ചരക്കില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഭവമില്ലേ, അതെന്താണെന്നറിയോ? അത് വളരെ വിലപിടിപ്പുള്ളതാണ്. അതെന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടുടനെ പറഞ്ഞു, അലാഹിയൽ ജന്ന, അത് സ്വർഗമാണ്. സ്വർഗം കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കണം. ആ വില എന്താന്ന് പറഞ്ഞാല്, ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ഈമാനിൽ നിന്നും തഖ്വയിൽ നിന്നും അതുവഴി ലഭ്യമാകുന്ന സ്വർഗത്തിൽ നിന്നും നമ്മളെ തടയുന്നത് എന്തോ അത് വിട്ടേച്ചു പോകാൻ, അത് ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ കെട്ടിനെ പൊട്ടിച്ചു കളയാനും മറികടക്കാനുമുള്ള ഒരു മനുഷ്യന്റെ കഴിവാണ് ഇവിടെ കാണുന്നത്. അതാണ്. എന്തൊക്കെ അനുഭവങ്ങളാ ഹിജ്റയിൽ എന്നറിയോ ആളുകൾ വിട്ടേച്ചു പോയത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പോവല്ല. അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഹിജ്റയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലും അതുണ്ട്. രണ്ടാമത്തെ സംഗതി എന്താ ഹിജ്റയിൽ നമുക്ക് കാണാൻ പറ്റുക? അത് ഒരു പ്രത്യാശയാണ്, ഒരു പ്രത്യാശയും പ്രതീക്ഷയും. അതാണ് ആ ഒരു വലിയ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് പോകുന്നത്. എന്താണ് ആ പ്രതീക്ഷ എന്നറിയോ? ഞങ്ങളുടെ ഈ ഇന്നത്തെ മോശപ്പെട്ട സാഹചര്യം മാറി, ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവസാനിച്ചു, ഈ പരീക്ഷണത്തിൽ നിന്നും, ഈ ഉപദ്രവത്തിൽ നിന്നും, ഈ മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ സമൂഹത്തിന് അഥവാ വിശ്വാസികളുടെ സമൂഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം വരും. ആ ഒരു സാഹചര്യം തേടിയുള്ള യാത്രയാണ്. അപ്പൊ ഹിജ്റ പോകുന്ന ആളുകൾ പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അള്ളാന്റെ റസൂലും മദീനയുടെ ആ പോകുന്ന സമയത്ത് അവതരിച്ച ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്തുൽ ഇസ്രാ, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. പടച്ചവനെ, സത്യം പുറത്തു പോകുന്നിടത്തുനിന്ന്, സത്യത്തെ പുറത്താക്കുന്നിടത്തുനിന്ന് പുറത്താവുകയും സത്യം സ്വീകരിക്കപ്പെടുന്നിടത്ത് എന്നെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. എനിക്ക് സഹായകമായ അധികാരവും ശക്തിയും നൽകി എന്നെ സഹായിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രാർത്ഥിക്കണം. എന്താണ് ആ പ്രാർത്ഥന? അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അതെന്താണെന്നറിയോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനമുണ്ട്. നിങ്ങൾക്ക് എന്നും കഷ്ടപ്പാടായിരിക്കില്ല, എന്നും ദുരിതമായിരിക്കില്ല. നിങ്ങൾക്ക് കഷ്ടപ്പാടും ദുരിതവുമൊക്കെ, നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവുമൊക്കെ അവസാനിച്ച് നിങ്ങൾക്ക് ഒരു നല്ല ഘട്ടം വരും. പക്ഷെ എപ്പോഴാണെന്നറിയോ? നിങ്ങൾ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളും ആകുമ്പോൾ മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം എന്താണെന്നറിയോ? സൂറത്തുൻ നൂർ അതിലെ 55-ാമത്തെ ആയത്ത് എടുത്ത് വായിക്കും. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅദ ചെയ്തിരിക്കുന്നു. പഴയ മലയാളമാണ്, നമ്മൾ ഒരു വഅദ ചെയ്യാം. വഅദ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞിരിക്കുന്നു, വാഗ്ദാനം നൽകിയിരിക്കുന്നു. ആർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു? അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി, നിങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികൾക്കും അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ ആചരിക്കുന്നവർക്കും. അപ്പൊ മുഅ്മിനീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും, ഈമാനും അമലു സ്വാലിഹും ഉള്ളവർക്ക് എന്താ അള്ളാന്റെ വാഗ്ദാനം എന്നറിയോ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവരെ പ്രതിനിധികളാക്കും. അള്ളാന്റെ പ്രതിനിധികളായിട്ട് അവർ ഭൂമിയെ നയിക്കും, ഭരിക്കും. ഖലീഫമാരാകുന്ന പറഞ്ഞതിന്റെ അർത്ഥം അള്ളാന്റെ റസൂൽ ആയതുപോലെ, പിന്നീട് വന്ന ഖിലാഫത്ത് പോലെ ഭൂമിയിൽ നിങ്ങൾക്ക് ആധിപത്യം നൽകും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ദീനില്ലേ, നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട നിങ്ങളുടെ ആദർശമില്ലേ, നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ പവിത്ര ഗ്രന്ഥമില്ലേ, വേദഗ്രന്ഥമില്ലേ, ഖുർആനില്ലേ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആദർശമില്ലേ, ആ ആദർശം
അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കി തരും. ഒരാളെയും പേടിക്കാതെ വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, പേടിക്ക് ശേഷം അല്ലാഹു തആല നിങ്ങൾക്ക് നിർഭയം നൽകും. നിങ്ങൾ പേടിച്ച് വിറച്ച് ഇല്ലേ, പലരുടെയും പീഡനം ഇല്ലേ, വാങ്ങ് കൊടുക്കാൻ പോലും പറ്റൂല, നിസ്കരിക്കാൻ പോലും പറ്റൂല, അങ്ങനെ പറ്റൂല, ഇങ്ങനെ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല അല്ലെ. സ്കൂളിൽ വന്ന കുട്ടികൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ബീഫ് കഴിച്ചു വന്നു എന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് കുട്ടികളെ പുറത്താക്കി. ഇന്നലെ മിഞ്ഞാന്നൊരു വാർത്ത, ഒരു സ്കൂളിൽ അവർ വീട്ടിൽ നിന്ന് ബീഫ് കഴിച്ചു വന്നിരിക്കുന്നു എന്ന്. അവർക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റൂല, ഇങ്ങനെ അല്ലെ, വഴി നടന്നു പോകാൻ പറ്റൂല. മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞതുപോലെ ഫാത്തിഹ ഓതി തുടങ്ങേണ്ടുന്ന മദ്രസകളൊക്കെ വന്ദേ മാതരം ചൊല്ലി തുടങ്ങിയാലേ ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടല്ലേ. ഇങ്ങനെ പീഡിപ്പിച്ചു ഒരു സമൂഹത്തെ എങ്ങനെ വംശീയമായ വിരോധം തലക്ക് പിടിച്ച കുറെ മനുഷ്യന്മാര്. ഇതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ അവസാനിച്ചു പോവും. നിങ്ങളുടെ ഭയത്തിന് ശേഷം നിങ്ങൾക്ക് നിർഭയത്വം നൽകും. യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ, എനിക്ക് ഇബാദത്ത് ചെയ്ത് എന്നെ ആരാധിച്ചുകൊണ്ട് അവർ ജീവിക്കും വിശ്വാസികൾ. അവർക്ക് വന്ദേ മാതരം പാടേണ്ടി വരില്ല, അവർക്ക് ജയ് ശ്രീരാം വിളിക്കേണ്ടി വരില്ല, അവർക്ക് അവരുടെ ആദർശത്തിനും വിശ്വാസത്തിനും യോജിക്കാത്ത നിരക്കാത്ത ഒന്നും അവർക്ക് ചെയ്യേണ്ടി വരില്ല. അവർക്ക് അവരായിട്ട് വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അള്ളാഹുവിന്റെ വാഴ്തയാണ്. പക്ഷെ എന്തായിരിക്കണം? അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്, നിങ്ങൾ ശരിയായ ഈമാനുള്ളവരും നിങ്ങൾ അതനുസരിച്ച് അമല് ചെയ്യുന്ന സ്വാലിഹീങ്ങളും ആണെങ്കിൽ അള്ളാഹു തആല നിങ്ങൾക്ക് ഇത് തരും. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതൊരു വാഗ്ദാനമല്ലേ? ഈ വാഗ്ദാനത്തിന്റെ പുലർച്ചയാണ് മദീനയിൽ കണ്ടത്. അതാണ് ഇത് പ്രത്യാശ എന്ന് പറഞ്ഞത്. ആ പ്രത്യാശയോടുകൂടി പോയപ്പോ വെറും 10 കൊല്ലം കൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയോ അല്ലെ? വിശ്വാസികൾ ജേതാക്കളായി. മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചിരിക്കുകയാണ്, ജീവൻ കയ്യിൽ പിടിച്ചു പോയിരിക്കുക പലരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വാൾ തലപ്പിൽ നിന്ന് രക്ഷപ്പെട്ടാ പോണ്. വീടിന് ചുറ്റും വാൾ ഊരി പിടിച്ചിട്ട് ആളുകൾ നിൽക്കുക. അതിന്റെ ഇടയിലാ പോയെ. വെറും 10 കൊല്ലം കൊണ്ട് ആ മദീനയിലേക്ക് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു വരവുണ്ട്. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും 3 വഴികളിലൂടെയായിട്ട്, മുന്നിൽ അള്ളാഹിന്റെ റസൂൽ 3 വഴികളിലൂടെയായിട്ട് മക്കയിലേക്ക് പ്രവേശിക്കാനായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്. അന്ന് ആട്ടിയോടിച്ചവർ, അന്ന് ഊരിപ്പിടിച്ചവർ, അന്ന് കുതന്ത്രങ്ങൾ മെനഞ്ഞവർ, അന്ന് കൂക്കി വിളിച്ചവർ, അന്ന് സകലമാന രൂപത്തിൽ ഉപദ്രവിച്ച് പട്ടിണിക്കിട്ട് 2 കൊല്ലക്കാലം ഒരു മലഞ്ചെരുവിലിട്ട് ഉപരോധിച്ച് മനുഷ്യനെ ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത കാണിച്ചവർ. അങ്ങനെയൊക്കെ ചെയ്തവരില്ലേ? കാലിന്റെ മുട്ട് വിറച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ വിറച്ച് കൈ വിറച്ച് നിന്ന സന്ദർഭം അല്ലെ? അതാണ് ഈ വാഴ്ത്ത എന്ന് പറയുന്നത്. അത് അള്ളാന്റെ റസൂലിന്റെ, അള്ളാഹുവും സത്യവിശ്വാസികൾക്ക് നൽകുന്ന വാഗ്ദാനം. ഇത് ചരിത്രമാണെങ്കിൽ ഇതിനി ആവർത്തിക്കും. അപ്പൊ നമ്മൾ ത്യാഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആ ത്യാഗം നമ്മൾ അനുഷ്ഠിച്ച് വിശ്വാസവും അമലു സ്വാലിഹാത്തും നമ്മൾ യഥാർത്ഥ മോമിനികളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ അമ്നുണ്ടല്ലോ, ഈ നിർഭയത്വം, ഈ വിജയമുണ്ടല്ലോ, നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള നമുക്കുള്ള സാധ്യതയുണ്ടല്ലോ, സൗകര്യമുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ദീനിനും നമുക്കുമുള്ള ആധിപത്യമുണ്ടല്ലോ. ഇത് പടച്ച റബ്ബിന്റെ വാഗ്ദാനമാണ്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കും. അതാ ഹിജ്റയുടെ 2ാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ. ഇത് അന്ന് മാത്രമല്ല, ഇനി നടക്കോ, ഇനിയും നടക്കോ വെച്ചാൽ ഇനിയും നടക്കും, എന്നും നടക്കും. എന്ന് നിങ്ങൾ വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അങ്ങനെ നിന്നൊരു നിസ്സാരൊന്നും ആയി പോവണ്ട. ആത്മധൈര്യം ചോർന്നു പോയിട്ട് ഒന്നുമല്ലാത്തവര് എന്താ പറയാ പേടിത്തൊണ്ടന്മാര്, പടച്ചോനെ എങ്ങനെ ആയിപ്പോയല്ലേ, എപ്പോഴാണ് ഇനി അവരെ അങ്ങനെ നിങ്ങൾ നിന്നരും നിസ്സാരരും ആവരുത്. അല്ല, നിങ്ങള് അൻതുമുൽ അഅലൗൻ, നിങ്ങൾ ഉന്നതരാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ തന്നെയാ ഉന്നതർ. അത് നിങ്ങളുടെ ഭൗതികമായ പ്രവർത്തനത്തിന്റെ ഫലം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ കേവലമായ കരുത്തുകൊണ്ടും നിങ്ങളുടെ മികവ് കൊണ്ടും മാത്രമല്ല, നിങ്ങളുടെ ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും ജീവിത വിശുദ്ധിയുടെയും ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. അപ്പൊ ഇത്രയെക്കുറിച്ച് പറയുമ്പോൾ, ആ പ്രതീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം കൂടി നമുക്ക് ഓർക്കാറുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതാണ് ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന 2 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം ഞാൻ പറയുന്നു പറഞ്ഞില്ലേ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അലം തക്കുൻ അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ, അള്ളാന്റെ ഭൂമി വിശാലായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, ഇപ്പൊ നമുക്ക് ഹിജ്റ എടുക്കാൻ പോവാം, ഇപ്പൊ നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്, ഇവിടുന്ന് എവിടേക്കെല്ലാം നമുക്ക് പോകാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ഒരു നാട് നമ്മളെ സ്വീകരിക്കുമോ? ഏതൊരു പ്രദേശം നമ്മളെ സ്വീകരിക്കുമോ? അപ്പൊ പിന്നെ നമുക്ക് ഹിജ്റ ഇല്ല. എന്നാ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്താണെന്നറിയോ? നമുക്കൊക്കെ ഹിജ്റ ഉണ്ട്. ഹിജ്റ അവസാനിക്കുന്നില്ല. നമുക്കുള്ള ഹിജ്റ എന്താ? ആ ഹിജ്റയെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. അന്മാരായ സ്വഹാബത്ത് മക്ക വിട്ട് മദീനയിലേക്ക് പോയ
സ്വഹാബികൾ പലരും ജീവത്യാഗം സഹിച്ച ആ ഓർമ്മകളൊക്കെ പറയുമ്പോൾ ഒരു മിനിമം ഹിജ്റയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ. ആ ഹിജ്റയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലേ പിന്നെ നമുക്ക് നമ്മളിൽ ഈമാനിന്റെ അംശമില്ല. എന്താണ് ആ ഹിജ്റ എന്നറിയോ? വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാം, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റു മുസ്ലിങ്ങൾ അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. അതൊക്കെ വിശദീകരിക്കൂല കേട്ടോ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിങ്ങൾ കൊണ്ട് ഇവന്റെ നാവ് കൊണ്ടും കൈകൊണ്ടും അവർക്കൊരു ഉപദ്രവമില്ല. അതാണ് മുസ്ലിം എന്ന് പറയുന്നത്, യഥാർത്ഥ മുസ്ലിം. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞ അടുത്ത പോയിന്റ് എന്താണെന്നറിയോ? വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മുഹാജിർ, ഹിജ്റ പോയ ആള്, പോകുന്ന ആള് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ആ ഹിജ്റ പോകുന്ന ആള് മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ വെടിയുന്നവനാണ്. അങ്ങനെ ഒരു ഹിജ്റ ഉണ്ട്. അപ്പൊ മുഹാജിർ എന്ന് പറഞ്ഞാൽ ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയവൻ, പോകുന്നവർ. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അതിനുവേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്യുന്നവർ, അവർ കൂടി മുഹാജിറാണ്. അങ്ങനെ ഒരു ഹിജ്റ ഉണ്ട്. ആ ഹിജ്റ നമുക്ക് പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യില്ല. പടച്ച റബ്ബ് അരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല, അത് ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ ത്യജിക്കുന്നു. അങ്ങനെ ഞാനൊരു മുഹാജിർ ആകുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റിയാൽ മുഹാജിരീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുണ്ട്, അല്ലെ? അപ്പൊ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആദ്യ കാലക്കാർ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നെ അവരെ നല്ല രൂപത്തിൽ പിൻപറ്റിയവർ. 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മളിങ്ങനെ നിന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മൾ പിൻപറ്റുക. പക്ഷെ നമുക്ക് ദേശം വിട്ടു പോകാനോ അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം ഇല്ല, ഇപ്പൊ അതിന്റെ ഒരു സന്ദർഭമല്ല, അല്ലെങ്കിൽ അത് സാധ്യമല്ലാത്തൊരു സാഹചര്യം. പക്ഷെ ഹിജ്റ നമ്മൾ ഒഴിവാക്കൂല. ഹിജ്റ നമുക്കുണ്ട്, അവസാനിക്കാത്ത ഹിജ്റയാണത്. ആ ഹിജ്റ എന്താന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കയ, വെടിയണമെന്ന് പറഞ്ഞ, ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ, അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിക്കലാണ്. അങ്ങനെ ഒരു മുഹാജിറാവാൻ എനിക്ക് പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കണം. നിങ്ങൾക്ക് പറ്റുമോ, നമുക്ക് പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുഹാജിറുകളാണ്. ആദ്യകാലക്കാരായ മുഹാജിറുകളെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പിൻപറ്റിയവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മുഹറം അള്ളാഹുവിന്റെ 4 ആദരണീയ മാസങ്ങളിൽപ്പെട്ട മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ 4 മാസങ്ങളിൽ ഒന്നാമത്തെ മാസം മുഹറം. അതിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ അറിയാലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ മുഹറം മാസത്തില് അതിലെ 10 ആഷൂറ എന്ന് പറയും. അഷറ എന്ന് പറഞ്ഞാൽ 10 അല്ലേ, ആഷൂറ എന്ന് പറഞ്ഞാൽ 10ാമത്തെ നോമ്പിനാ പറയും. ആഷൂറ മുഹറം 10 നോമ്പ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്ക് സുന്നത്ത് നോമ്പുകൾ വളരെ പ്രധാനപ്പെട്ട അറഫ നോമ്പ് നമ്മളൊക്കെ നോറ്റില്ലേ, അതുപോലെ ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അഫ്ളലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറത്തിലെ നോമ്പാണ്. ഇത് മുഹറം 10ന്റെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 9 കൂടി എടുക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പൊ മുഹറം 9 താസൂഅ എന്നതിന് പറയും. അപ്പോൾ മുഹറം 9, 10 അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടാണ് വരിക, അല്ലെ? അങ്ങനെയാണ് ഇപ്പൊ നമ്മളുടെ മാസപ്പിറവി അനുസരിച്ച്. അപ്പൊ സാധ്യമായവരൊക്കെ ഇപ്പൊ നല്ല അനുകൂല കാലാവസ്ഥയും സാഹചര്യമൊക്കെയാണ്, വലിയ ചൂടും പ്രശ്നങ്ങളൊന്നുമില്ല. സാധ്യമായവരൊക്കെ എന്ത് ചെയ്യണം? ഈ മുഹറത്തിലെ നോമ്പെടുക്കണം. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയിൽ നിന്ന്, അവരുടെ പലായനത്തിന്റെ ഘട്ടത്തിൽ ഫറോവയിൽ നിന്നും അക്രമികളിൽ നിന്ന് രക്ഷിച്ചെടുത്തിട്ട്
നിർഭയമായി അവരുടെ ഇടത്തേക്ക് മാറ്റിയ, അവർക്ക് സംരക്ഷണം കൊടുത്തതിന്റെ ഓർമ്മയിലാണ് ഈ നോമ്പ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുകയും നമ്മളോട് എടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ മാസത്തിലുണ്ട്. അപ്പൊ എല്ലാവരും ആശൂറ നോമ്പെടുക്കുക, താസൂറ നോമ്പെടുക്കുക. സാധിക്കുന്നവരൊക്കെ മുഹറം 9, 10 നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ പള്ളി സാധാരണഗതിയിൽ പള്ളി ഇങ്ങനെ നിറഞ്ഞ് ഞങ്ങൾക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ നിറഞ്ഞൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇന്നിങ്ങനെ കുറച്ച് ആളുകളൊക്കെ പിന്നെയാണ് വന്ന് സ്ഥിരം വരുന്ന നമ്മളൊക്കെ തന്നെയാണ്. നമ്മള് ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കുക. പള്ളി പറയുന്നതിന് സാധാരണ ഒരു ഗൗരവം കൊടുക്കാറില്ല ആൾക്കാർ. രണ്ടൊരാൾ നിങ്ങൾ എല്ലാം ജുമയ്ക്ക് നേരത്തെ വരണേ എന്നൊരു ഖത്തീബ് പറഞ്ഞ് ഒരാഴ്ച, രണ്ടാമത്തെ ആഴ്ച അയാളെ തന്നെ പറഞ്ഞു, മൂന്നാമത്തെ ആഴ്ച തന്നെ പറഞ്ഞു. അപ്പം ജുമ കഴിഞ്ഞു പോകുന്ന രണ്ടാൾ പറഞ്ഞത് ഇത് മുമ്പ് കാര്യമായിട്ട് തന്നെ പറയാൻ തോന്നുന്നുണ്ടെന്ന്. അതിനങ്ങനെ പള്ളി പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞില്ലേ പള്ളി പറയുന്ന കാര്യം. അതങ്ങനെയല്ല, പള്ളി പറയാണ്. എന്താണെന്നറിയോ, നമ്മളൊരു ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് യൗമുൽ ജുമുഅ. അത് പെരുന്നാളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിനുള്ള നല്ലൊരു ഒരുക്കം എന്തായാലും നമുക്കിത് വരണം. ഒന്ന് വന്ന് പോയിട്ട് പോകാം. നമ്മൾ മരിച്ചോടത്ത് പോയി പോരാറിന് വരി ഒന്ന് വന്ന് കണ്ടു പോകുകയല്ല. അത് ബാങ്ക് വിളിക്കുമ്പോൾ മെമ്പർമ ഖത്തീബ് കയറുമ്പോ തന്നെ ആളുകൾ ഇരിക്കുക. പൊത്തുബ നമ്മളൊരു 10-20 മിനിറ്റൊക്കെയാണ് സംസാരിക്കുക. അതിലെന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പറയാം. അതൊക്കെ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക. വല്ലതും എടുക്കാനുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയെങ്കിലും ഉണ്ട് അതിൽ ഉൾപ്പെടുക. അപ്പോൾ ആ സമയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്ന് നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മലക്കുകൾ കിതാബ് അടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. ഇമാമ് മെമ്പർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രേഖയിലില്ല. ഫിഖ്ഹിനനുസരിച്ച് നമുക്ക് അവസാനത്തെ റക്അത്തിൽ നമ്മൾ എത്തിയാൽ ഫിഖ് അനുസരിച്ച് നമുക്ക് നിസ്കാരം കിട്ടിയ ഖുതുബ് ജുമുഅ കിട്ടി. പക്ഷെ അതല്ല അതിന്റെ ചൈതന്യം എങ്ങനെയാണ്. ഇത് ഞാനിനി എന്നും പറയാനുള്ള ഒരു കാര്യമല്ല, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുമില്ല, ഇപ്പൊ ഒന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ചൊരു ഗൗരവം കൊടുത്താൽ നമുക്ക് ആ പള്ളി ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിൽ എത്താൻ നമുക്ക് സാധിക്കും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തണം. അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ പുതിയ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചു. കഴിഞ്ഞ റമദാനിൽ ഞാനും മുഹറത്തിൽ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ എത്ര പെട്ടെന്ന് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞു പോയി. ജീവിതത്തിൽ ഒരു വർഷം തീർന്നു പോയി. ഇനി നമുക്ക് ബാക്കി അത്രേ ഉള്ളൂ. നമ്മളെ ഖബറിലേക്ക് നമ്മൾ കുറച്ചും കൂടെ അടുത്തു. ആയുസിന്റെ എണ്ണം നമ്മളെ ഒരു വളരെ പരിമിതമായ, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാറിയില്ല, ഒരു 10-70 ഇല മാത്രമുള്ള ഒരു ചെറിയ വൃക്ഷത്തയ്യാണ് ജീവിതം. അതിൽ ഓരോ ഇല ഇങ്ങനെ കൊഴിയാണ്. അതിലൊരു ഇല കൊഴിഞ്ഞു, ഇനി അത് ബാക്കി എത്ര ഇല ഉണ്ടാകുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നാളെ ഒരു പക്ഷേ നമ്മളും ഓരോ ആഴ്ചയും നമ്മൾ പള്ളിയിൽ പറയും പ്രാർത്ഥിക്കുക. അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ആർക്ക് വേണ്ടി ആര് പറഞ്ഞു പ്രാർത്ഥിക്കും നമുക്കറിയില്ല. അത്രയും അങ്ങനെയാണ് നമ്മളെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗൗരവത്തോടു കൂടി ജീവിതത്തെ കാണുകയും അള്ളാഹുവിലേക്കും നമ്മുടെ ഖബറിലേക്കും നമ്മുടെ പരലോകത്തിലേക്കും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഓരോ ചുവടുവെപ്പും അതിലേക്കാണെന്ന് ഓർമ്മയോടുകൂടി ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളും തെറ്റുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതാ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ നാഥ, ആരോഗ്യം നൽകണേ തമ്പുരാനെ. രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകണേ നാഥ, ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുത് തമ്പുരാനെ. ഞങ്ങൾക്ക് മനക്കരുത്ത് നൽകണേ നാഥ, മനഃശാന്തി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കുടുംബത്തിലും ജീവിതത്തിലും ഞങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതമാർഗം എളുപ്പമാക്കി തരണേ തമ്പുരാനെ. ഹലാലായ ജീവിതമാർഗം, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കരുത്ത്, ഈ പിശാചിന്റെ ഇബ്ലീസിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മുഹാജിർ, യഥാർത്ഥ ഹിജ്റ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണെന്ന് പറഞ്ഞ ആ മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ നാഥ, മർഹമത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുമ്മ വസ്സല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اشف أمراضنا وأمراض مرضانا شفاء تاما لا يغادر سقما ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.